ഒരു ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ذاق طعم الإيمان من رضي بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم رسولا. ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചിരിക്കുന്നു, ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചിരിക്കുന്നു. ആരാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബായി തൃപ്തിപ്പെടുന്നത്, മൻ റളിയ ബില്ലാഹി റബ്ബ, ആരാണോ അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുന്നത് അവൻ ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായി കൊണ്ട് തൃപ്തിപ്പെടുന്നത്, വബി മുഹമ്മദിൻ റസൂല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി കൊണ്ട് തൃപ്തിപ്പെടുന്നത്. ഇവിടെ ഈ ഹദീസ് നാം വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു ഹദീസാണ്. ഈമാനിനൊരു മാധുര്യമുണ്ട്, അത് ആസ്വദിക്കുന്നതിൽ ഒന്നാമത് പറഞ്ഞൊരു കാര്യം എന്താ? അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുക. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് അൽ ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, മഅന അൽ ഹദീസ്, ഈ ഹദീസിന്റെ അർത്ഥം സഹ ഈമാനുഹു, അവന്റെ ഈമാൻ ശരിയായിട്ടുണ്ട്, വത്മഅന്നത് ബിഹി നഫ്സുഹു, അവന്റെ നഫ്സ് തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബാനി എന്നുള്ളത്. വഖാമറ ബാതിനഹു ലിഅന്ന റിവാഹ ബിൽ മദ്കൂറാതി ദലീലുൻ ലിതുബൂതി മഅരിഫതി, ഈ കാര്യങ്ങൾ തൃപ്തിപ്പെടുക എന്നുള്ളത് അള്ളാഹുവിനെ മനസ്സിലായി എന്നുള്ളതിലെ തെളിവാണ്. അള്ളാഹുവിനെ ഒരുത്തന് മനസ്സിലായെങ്കിൽ മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അവന് പൂർണ്ണമായി തൃപ്തിപ്പെടാൻ സാധിക്കുള്ളൂ. ലിഅന്ന മൻ റളിയ അംറൻ സഹുല അലൈഹി ഫകദൽ മുഅ്മിനു ഇദാ ദഖല ഖൽബഹു അൽ ഈമാൻ സഹുല അലൈഹി തഅത്തുല്ലാഹി തആല വലദ്ദത് ലഹു വല്ലാഹു അലം. അദ്ദേഹം പറയുകയാണ്, ഒരുത്തൻ അവനുണ്ടാകുന്ന ഒരു വിഷയത്തിൽ തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ അവനത് എളുപ്പമായി മാറും. അവനെന്താണോ അള്ളാഹുവിന്റെ തീരുമാനം ഉണ്ടാകുന്നത് അത് തൃപ്തിപ്പെട്ടാൽ അവനത് എളുപ്പമായി മാറും. അതുപോലെ തന്നെ ഒരു മുഅ്മിനിന്റെ ഖൽബിലേക്ക് ഈമാൻ കയറിയാൽ അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളത് അവന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അള്ളാഹുവിനെ അനുസരിക്കൽ അവനൊരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. എപ്പോഴാണ് നമുക്ക് നിസ്കാരമൊക്കെ ബുദ്ധിമുട്ടായി തോന്നുന്നത് അറിയോ? എപ്പോഴും നിസ്കരിക്കാൻ മടി, ഖുർആൻ പാരായണം ചെയ്യാൻ മടി, അതുപോലെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾക്ക് മടി. നമ്മുടെ ഈമാൻ ധാരാളമായി കുറയുമ്പോഴാണ്. നമ്മുടെ ഈമാൻ കുറയുന്നതിന്റെ ലക്ഷണം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മുടെ നഫ്ലുകൾ, സുന്നത്തായ നമസ്കാരങ്ങളിൽ കുറവ് സംഭവിച്ചിട്ടുണ്ടാവും. ഖുർആൻ പാരായണത്തിന് നമുക്ക് താല്പര്യമില്ലാത്ത അവസ്ഥ വരും, അതിലുള്ള ആസ്വാദനം നമുക്ക് കുറയും. അങ്ങനെ മടി പിടിച്ച് എത്രത്തോളം എന്ന് വെച്ചാൽ ഫർളായ നമസ്കാരങ്ങൾ നമുക്കൊരു ഭാരമാകുന്ന അവസ്ഥ വരും. ഇതെല്ലാം നമ്മുടെ ഈമാനിന്റെ വളരെ വലിയ കുറവിനെ സൂചിപ്പിക്കുകയാണ്. അപ്പൊ അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ട് ഈമാൻ ഉറച്ച ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളത് അവന് എളുപ്പമാണ്. അതിന്റെ മാധുര്യം അവൻ ആസ്വദിക്കുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കുന്നതിനുള്ള മാധുര്യം അവന് ആസ്വദിക്കുകയും ചെയ്യും.